സംസ്ഥാന ബഡ്ജറ്റിന്റെ സമ്പൂർണമായ കോപ്പി 250 പേജോളം വരുന്ന കോപ്പി മലയാളത്തിലുള്ളത് ഇന്നലെ ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയുമാണ്. കേട്ടാൽ തോന്നും മധുര മനോഹരമാണ്, 1000 കോടി രൂപ തൊഴിലുറപ്പിന് വെച്ചിരിക്കുന്നു, അത് നമുക്ക് തൊഴിലുറപ്പിന്റെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. 2 പ്രശ്നങ്ങളുണ്ട് ഈ ബഡ്ജറ്റിന്. ഒന്ന്, ഈ ബഡ്ജറ്റ് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണ്. 2 എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവായിട്ട്, അതായത് പഴയ കാല കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഇലക്ഷനിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് അടുത്ത് UDF വരുമോ LDF തേർഡ് വരുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം, അത് ഭരണഘടനാപരമായി മറ്റൊരു വിഷയമാണ്. ഈ ഗവൺമെന്റിന് 3 മാസക്കാലമാണ് മുന്നിലുള്ളത്. 3 മാസക്കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ ഇലക്ഷൻ വരും. ഈ 3 മാസക്കാലത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പോലുള്ള ഒരു കാര്യം വയ്ക്കാൻ, അങ്ങനെ ഒരു ഡോക്യുമെന്റ് വയ്ക്കാനുള്ള അവകാശമേ ഭരണഘടനാപരമായി ഗവൺമെന്റിനുള്ളൂ. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ എല്ലാ ഗവൺമെന്റുകളും ഇത് ചെയ്തു പോവുകയാണ്. അതൊന്നാമത്തെ ഭരണഘടനാ ലംഘനം. അങ്ങനെ വോട്ട് ഓൺ അക്കൗണ്ട്, 3 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കാൻ കാരണം ഈ ബഡ്ജറ്റ് ഇനി LDF ആണ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ചെറിയ ചെറിയ റിവിഷൻ വരെയുള്ളൂ. UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഒരുപാട് പ്രയോറിറ്റി മാറും. അവർ അവരുടേതായ റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ റിവിഷൻ വരും. അപ്പൊ സബ്ജക്ട് കണ്ടീഷനായിട്ട് നിൽക്കുന്ന, സബ്ജക്ട് റിവിഷനായി നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭരണഘടനാപരമായി അവകാശമില്ല. ഒന്നാമത്തെ ഞങ്ങളുടെ ക്ലെയിം. രണ്ടാമത് ഞങ്ങൾ വയ്ക്കുന്ന ക്ലെയിം, ഇത് വളരെ വിശദമായി കേരള സമൂഹം ചർച്ചയാണ്. ഒന്ന്, ധനകാര്യ കമ്മിയെ സംബന്ധിച്ചും വരുമാനത്തെ സംബന്ധിച്ചും ചെലവിനെ സംബന്ധിച്ചുമുള്ള അന്തരമാണ്. ചെലവ് കണ്ടെത്താനുള്ള വരുമാനം എവിടെ നിന്ന് വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയും ഈ ബഡ്ജറ്റിലില്ല. ബഡ്ജറ്റിൽ അത് ഉണ്ടാവണ്ടേ? സാധാരണ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് കൂട്ടാവുന്നതാണോ? ഇപ്പൊ പരാതി എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് 12,000 കോടി രൂപ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. അതില്ല, പണ്ട് തോമസ് ഐസക്ക് ഒരു ട്രോളാണോ എന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞു എന്തിനാണ് നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്, നമുക്ക് റിസർവ് ബാങ്കിനോട് പറഞ്ഞ് കൂടുതൽ പൈസ അടിച്ചാൽ പോരെ. അത് അദ്ദേഹം പറഞ്ഞതാണോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു ട്രോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണോ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്? രണ്ടാമത്തെ ക്ലെയിം. മൂന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തേണ്ട നമ്മളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്നതും പിന്നെ ഈ ചർച്ചകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത്. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ഈ ബഡ്ജറ്റിന്റെ പെർസ്പെക്റ്റീവ്? ഇതൊരു പിള്ളേര് കളി പോലെ ആയിപ്പോയി. ഗൾഫിൽ നിന്ന് അപ്പൻ വരുമ്പോൾ, സഹോദരങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നഴ്സുമാർ, കാനഡ അവിടെ ഇവിടെ നിന്നൊക്കെ പോയി നഴ്സുമാർ വരുമ്പോൾ വലിയ പെട്ടി കൊണ്ടുവരും. എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ആ പെട്ടി കാണാനാണ് ഒരു ആവേശം. പണ്ടാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ ആളുകളുള്ളത്. അപ്പൊ എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ ദുബായിൽ നിന്ന് വരുന്ന ആളുകളെ വിളിക്കാൻ പോണത് ഒരു വലിയ സംഭവമാണ്. കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ വലിയ പരാതി. അപ്പൊ ഒരു വലിയ സംഘമാണ് പോയി വിളിക്കാൻ പോണത്. കാറിൽ 2 കാർ കുത്തി നിറച്ച ആളുകൾ പോകും വിളിക്കാൻ. അവർ പോണത് ആളിനെ ഇങ്ങോട്ട് കാണാനൊന്നുമല്ല, എത്ര വലിയ പെട്ടികൾ കൊണ്ടുവരുന്നു, പെട്ടിക്കകത്ത് എന്ത് എന്ന് അറിയാനുള്ളൊരു കൗതുകമാണ്. അപ്പൊ പെട്ടി പിടിക്കാനാണ് നമുക്ക് ആവശ്യം. പെട്ടി പിടിച്ച് കാറിന്റെ മണ്ട കയറ്റാനും അത് കൊണ്ട് കെട്ടി ഒന്നും വലയാതെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് അദ്ദേഹം വരുന്ന ആള്, ഗൾഫിൽ നിന്ന് വരുന്ന ആള് ക്ഷീണിതനായിരിക്കും. ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം പകലായിരിക്കും പെട്ടി പൊളിക്കുന്നത്. പെട്ടി പൊളിക്കുമ്പോൾ കളിപ്പാട്ടം കിട്ടും, PP കിട്ടും, ടേപ്പർ കാർ കിട്ടും, വാച്ച് കിട്ടും, മൊബൈൽ ഫോൺ, ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടും, പിന്നെ ഡ്രസ്സ്, പിന്നെ പെർഫ്യൂം, ഡേറ്റ്സ്, കപ്പലണ്ടി, അവിടുത്തെ ദുബായിലൊക്കെ ഉള്ള അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള മുട്ട, സ്വീറ്റ്സുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവസാനം അപ്പൂപ്പന് ഇതൊന്നും കഴിച്ചുകൂടാ എന്നിരിക്കാൻ അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പന് ഒരു പേന കൊടുക്കും, അല്ലെങ്കിൽ ഒരു കമ്പിളി കൊടുക്കും, അല്ലെങ്കിൽ ഒരു കണ്ണാടി, എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കും. ആർക്കും പരാതി. ഇനി അഥവാ ആരെങ്കിലും പങ്കുവെച്ച് വരുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊടുക്കും. എല്ലാവരും തൃപ്തരാണ്. അതുപോലെ സകലമാന ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റ് അല്ല സ്റ്റേറ്റിൽ ആവശ്യം. എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായി പറഞ്ഞ മറ്റൊരു തരത്തിലാണ്. ബാക്കി കൂടെ പറയുമ്പോൾ ശരിയാവും. ഒന്ന്, 40 ലക്ഷം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ളത് ഇവിടെ നാട്ടിൽ. സ്റ്റാർട്ടപ്പുകളെല്ലാം വലിയ പരിധിയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് മറ്റൊരു വലിയ വിഷയമാണ്. സ്റ്റാർട്ടപ്പുകൾ വലിയ തോതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ, മൈക്രോ എന്റർപ്രൈസുകൾ വലിയ തോതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിജയത്തെക്കാൾ കൂടുതൽ പരാജയ കഥകളാണ്. 5 വിജയകഥ ഉയർത്തി കാണിക്കുമ്പോൾ 5000 പരാജയ കഥയുണ്ട്. കുടുംബശ്രീക്കായാലും മൈക്രോ എന്റർപ്രൈസസിനായാലും സ്റ്റാർട്ടപ്പുകൾക്കായാലും. അതുപോലത്തെ മേഖലകളെ ഒന്ന് ഉടച്ചു വാർത്ത് വളരെ കൃത്യമായ പ്രോജക്റ്റുകൾ
തൊഴിലിന്റെ രംഗത്ത് കൊണ്ടുവരാനുള്ള പെർസ്പെക്റ്റീവ് എന്താണ്? സ്റ്റേറ്റിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്? സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു വിഷയമാണ്. അവർക്ക് ഷെൽട്ടർ ഹോം കെട്ടിക്കൊടുത്തതുകൊണ്ട് തീരുന്നതല്ല അവരുടെ വിഷയങ്ങൾ. പട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് നായകൾക്കും ഷെൽട്ടർ ഹോം വരുന്നു. അങ്ങനെ ഷെൽട്ടർ ഹോമുകളിൽ കൂടെ തീരുന്നതല്ല ഇവിടുത്തെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിന്റെ പ്രശ്നം. അതിന്റെ നയം എന്താണ്? അതിന്റെ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്താണ്? അതുപോലെ തന്നെ ആദിവാസികൾ മുതൽ കടലോര തീരത്ത് വരെ കിടക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ ക്ഷേമത്തിനുള്ള പ്ലാൻ എന്താണ്? പരമ്പരാഗതമായി കിടക്കുന്ന കയറ്, കൈത്തറി, കശുവണ്ട് തുടങ്ങിയ ഒരു വലിയ വിഭാഗം ജനങ്ങൾ കിടക്കുന്നു. അവരെ ഉത്തേജിപ്പിക്കുന്നതിനും അവർക്ക് കൊടുക്കുന്ന പാക്കേജും എന്താണ്? അതിന് പകരമുള്ള പണമെടുത്താണ് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വലിയ ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും. ഇത് ചെയ്തിരിക്കുന്നത് ദ്രോഹമാണ്. വ്യവസായം എവിടെ? ഇവിടെ. കാർഷിക മേഖലയിലെ വികസനം എവിടെ? നെൽകൃഷിയുടെ വികസനം എവിടെ? റബ്ബർ കർഷകരെ നന്നായി പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വളരെ രസകരമാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഒരു സൂചകമാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കണം? ഗുഡ് ഗവേണൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ജനകീയാസൂത്രണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് 10-25 വർഷമായി. അതിനെ കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ എന്ത് പരിഷ്കാരമാണ് ഇവിടെ ചെയ്യുന്നത്? ഉദ്യോഗസ്ഥ പരിഷ്കാരം എന്താണ് നടപ്പിലാക്കുന്നത്? ഇതൊക്കെ ആരോടാണ് ചോദിക്കുന്നത്? ഒന്നുകിൽ ബഡ്ജറ്റിൽ പറയുമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ പറഞ്ഞാൽ എപ്പോ പറയാനായത് എന്നറിയത്തില്ല. അപ്പൊ പല കാര്യങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റിൽ വരേണ്ടതുണ്ട്. ഒന്ന്, അതിന്റെ പെർസ്പെക്റ്റീവ് എന്താണ് ബഡ്ജറ്റിന്റെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഏതാണ് നിങ്ങളുടെ വികസന പ്രയോറിറ്റി? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുക്കുന്ന അതല്ല വികസന പ്രയോറിറ്റി. അത് പങ്കുവയ്പ്പാണ്, പങ്കിടലാണ്. അതല്ല വേണ്ടത്. അതേസമയം അവശരായ ആളുകൾക്ക് ക്ഷേമ പരിപാടികൾ കൊടുക്കുകയും വേണം. അതേസമയം കൃത്യമായി രണ്ടാമത്തെ ചോദ്യമാണ് വളരെ പ്രധാനം. ഇവിടുത്തെ അഗ്രികൾച്ചർ പ്രോത്സാഹിപ്പിക്കാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് പൈസ കൊടുത്തത് കൊണ്ട് തീരുന്നതല്ല. ഇവിടെ റബ്ബർ മുതൽ നെല്ല് മുതൽ മറ്റ് ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷികളുടെ പ്രോത്സാഹിപ്പിക്കാനുള്ള സമഗ്രമായ പ്ലാൻ എന്താണ്? അതുപോലെ തന്നെ വ്യവസായത്തിൽ ഞാൻ പറഞ്ഞ മൈക്രോ എന്റർപ്രൈസസും സ്റ്റാർട്ടപ്പുകളും അന്തം വിട്ട് നിൽക്കുമ്പോൾ എന്താണ് വ്യവസായ രംഗത്ത് എടുക്കുന്ന പുതിയ സമീപനം? അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമായ ടൂറിസത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ് പുതിയതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? അതുപോലെ തന്നെ ഹെൽത്ത് മേഖലയിൽ വന്നിരിക്കുന്ന അപജയം എങ്ങനെയാണ് പരിഹരിക്കുക? പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ എഴുത്തും വായന അറിഞ്ഞിടാത്ത പിള്ളേരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയാണ് സമഗ്രമായി ഈ ബഡ്ജറ്റ് കാണുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ വിട്ടുപോകാതിരിക്കാൻ അവർ അടയ്ക്കുന്ന നാമമാത്രമായ ഫീസ് കൊണ്ട് മാത്രം നിൽക്കില്ല. അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് പെർസ്പെക്റ്റീവ്? അപ്പോൾ ഓരോ സംവിധാനത്തിലും എന്താണ് അതിന്റെ പെർസ്പെക്റ്റീവ്? ഓരോ മേഖലയിലും എന്താണുള്ളത്? തൊഴിൽ കൊടുക്കുന്ന സ്ഥലത്ത് എന്താണുള്ളത്? വനിതകളുടെ പ്രശ്നത്തിൽ എന്താണുള്ളത്? സീനിയർ സിറ്റിസൺസിന്റെ പ്രശ്നം, ഇങ്ങനെ കുട്ടികളുടെ, അതുപോലെ തന്നെ വളരെ വലിയ തോതിലാണ് പോക്സോ കേസുകൾ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിനും അടിമപ്പെടുന്ന പുതിയ തലമുറ വലിയൊരു വെല്ലുവിളിയാണ്. ഇതിനെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ വളരെ കാതലായിട്ടുള്ള വളരെ ഗൗരവതരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതാണ് ബഡ്ജറ്റ്. നിർഭാഗ്യവശാൽ ഇതൊരു പങ്കുവെക്കലിന്റെ ബഡ്ജറ്റായി, ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാറിപ്പോയി. നടപ്പാക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാരിയിട്ടടിച്ച്, ശമ്പള പരിഷ്കരണവും DAയും എല്ലാം വാരിയിട്ടടിച്ച് ജനങ്ങളെ ഒരു മോഹവലയത്തിൽ കൊണ്ടു നിർത്തി വോട്ട് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ മറ്റൊന്നും പറയാനില്ല. അത് നടക്കട്ടെ. അല്ല, ഒരു സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന താല്പര്യമാണ്, ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ ഇതല്ല വരേണ്ടിയിരുന്ന ബഡ്ജറ്റ്. ഒന്നുകിൽ ബാലഗോപാലനും സംഘത്തിനും അവിടെ ഇരിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനം ആരായാലും അവർക്ക് ഒരു ഹോംവർക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അവരെ ഹോംവർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പൊളിറ്റിക്കലായിട്ട് ഇതൊരു തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു മാനിഫെസ്റ്റോ പോലെ പോയാൽ മതി, മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് പോണ്ട എന്നുള്ള ഒരു കാര്യമായിരിക്കാം. എന്തായാലും ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പുതുതായി തുടങ്ങിയിട്ടുള്ള നല്ല ഒരു 10,000 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ഒരു പരിപാടി എന്താണ്? ഒരുപാട് പേരെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു. ഇതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ബഡ്ജറ്റിന്റെ കൂടുതൽ ചർച്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്.